ബേക്കിംഗ് സോഡ അതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡേഞ്ചറായിട്ടുള്ള കെമിക്കലൊന്നും നമ്മളിപ്പം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്തിട്ട് എനിക്ക് കൈക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അതെല്ലാം നിങ്ങൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം അതിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പം കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് വേണ്ട, കുറച്ച് വെള്ളം അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ലിക്വിഡ് നന്നായിട്ട് നമ്മൾ ആ ടയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, അതാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതാകുമ്പോൾ എല്ലാ വശത്തും നമുക്ക് കറക്റ്റ്, ഇനി ഏതെങ്കിലും പിടിക്കാത്ത വശങ്ങളുണ്ടെങ്കിൽ അവിടത്തേക്ക് നോക്കി കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ എല്ലാ വശത്തും നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. ഈവൻ ടയറിൻ്റെ അടിവശത്ത് പോലും ഉരച്ച് കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പൂർണ്ണമായിട്ടും പുതുമ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ അടിവശത്തുള്ള ഗ്രിപ്പും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വേണ്ടുന്നത് നമുക്കൊരു വാഷിംഗ് ബ്രഷാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള പല്ലുകളുള്ള ബ്രഷാണ്. അത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. നമ്മൾ എത്രത്തോളം ജസ്റ്റ് ഒരു 5-8 മിനിറ്റൊക്കെ നമ്മൾ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് അത് കിട്ടും. പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഉരച്ച് വിടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഗ്രിപ്പിലുള്ള MRF അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ആ ഗ്രിപ്പിൽ എഴുതുന്ന ആ ലെറ്റർ വരുന്ന ആ ഒരു പോർഷനിലാണ് നന്നായിട്ട് ചളി അടിഞ്ഞു കുടുങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അടിവശത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പം വണ്ടിയുടെ ആ വെഹിക്കിൾ വാഷ് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അടിവശത്ത് കൂടി അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹാർഡ് ബ്രഷാണെങ്കിൽ അടിവശത്ത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലുള്ള ഒരു ബ്ലാക്കും അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഡേർട്ടൊക്കെ നമ്മളെ കയ്യിലൊക്കെ കാണാൻ പറ്റും.
ഒക്കെ ഇളകി വരുന്നത് കാണാൻ പറ്റും. ബേക്കിംഗ് സോഡ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അത് നടക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത വ്യൂ വരുന്നത് നമ്മൾ വണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന വ്യൂ ആണ്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിന് കൈ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ MRF എഴുതിയ ആ ഒരു ഗ്രിപ്പുള്ള ഭാഗത്ത് ബോത്ത് സൈഡിൽ 2 സൈഡിൽ വരുന്ന ഗ്രിപ്പുള്ള ഭാഗത്ത് ഒന്ന് ഹാർഡായിട്ടൊന്ന് അവിടെ ആ ലെറ്റർ വരുന്ന സ്ഥലത്ത് ഹാർഡായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ നമ്മളുണ്ടാക്കിയ ആ കെമിക്കൽ അടിഞ്ഞ് അവിടെ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ വണ്ടി ഉണങ്ങിയ സമയത്ത് അത് ചിലപ്പോൾ എടുത്ത് കാണിക്കും വൈറ്റ് കളറ്. അതുകൊണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്ക് ടയറിലും ഫ്രണ്ട് ടയറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ യൂട്യൂബിൽ തന്നെ വേറൊരു യൂട്യൂബർ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതാണ്. കോപ്പി അടിയാണ് ഒരു തരത്തിൽ, എന്നാലും നമുക്കും ജീവിക്കണ്ടല്ലേ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഉള്ള വ്യൂ ആണ്. ഇപ്പം മൊത്തമായിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഡാർക്ക് ബ്ലാക്ക് എന്തായാലും പഴയൊരു ടയറിന് കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ അത് ഫെയ്ഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം കാണുന്ന വ്യൂ ആണ് ആഫ്റ്റർ വ്യൂ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 80% അല്ലെങ്കിൽ 85% നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറ് നിലനിർത്താനുള്ള ഒരു നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. പെർമനൻ്റ് അല്ല, എന്തും പെർമനൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.